പ്രമേഹം ബാധിച്ച ഒരാളുടെ ക്ഷീണം എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. പ്രമേഹം ബാധിച്ചു കഴിയുമ്പോൾ പലരും പറയുന്ന ഒരു പരാതിയാണ് ദിവസവും ആ ക്ഷീണമാണ്, തളർച്ചയാണ്, എന്തും ചെയ്തിട്ടും അങ്ങോട്ട് ഇത് മാറുന്നില്ല എന്നൊക്കെ നിരവധി പേരുടെ പരാതികൾ ഞാൻ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. ഇങ്ങനെ ബുദ്ധിമുട്ട് പറയുന്നവരോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ അത്ഭുതകരമായ റിസൾട്ടാണ് ഈ ഒരു കാര്യം പറയാൻ ഇവിടെ ആക്കിയത്. പലപ്പോഴും നമ്മൾ ശരീരത്തിന്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നത് കൊണ്ടൊക്കെയാണ് പലരിലും മരുന്നുകൾ കൂടുതൽ കഴിക്കേണ്ടതോ, ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നില്ല, പലപ്പോഴും രക്തത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചാലും ശരീരത്തിലേക്ക് എനർജി കിട്ടാത്തൊരവസ്ഥ വരും. ഈ ഒരു സാഹചര്യത്തിൽ റെസിസ്റ്റൻസ് മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് എക്സസൈസുകൾ, വ്യായാമം, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തവരിൽ വളരെ അത്ഭുതാവഹമായ റിസൾട്ടാണ് കാണുന്നത്. രാവിലെ സൂര്യ നമസ്കാരം, അതുപോലെ പ്രാണായാമം, അതുപോലെ യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിനെ ശാന്തമാക്കാനും അതുപോലെ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മെച്ചപ്പെടുത്താൻ വളരെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് പ്രമേഹം ബാധിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ക്ഷീണവും തളർച്ചയും ഒക്കെ മാറ്റാൻ യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ രാവിലെ ഒരു അരമണിക്കൂറോ 40 മിനിറ്റോ ഒക്കെ മതിയാവും ഇത് ചെയ്യാൻ വേണ്ടി. 6 മണിക്കോ 7 മണിക്കോ ഒക്കെ സമയം കിട്ടിയത് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ മെച്ചപ്പെട്ട റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരും. അതായത് ചെയ്തു തുടങ്ങി ഒരു 2-3 ദിവസം കഴിയുമ്പോൾ പോലെ തന്നെ ഇതിന്റെ ഒരു റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്നതായിട്ട് കാണാം. കൂടുതൽ ഉന്മേഷം കിട്ടും, ഊർജ്ജസ്വലരാകും, എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്റ്റീവായിട്ട് നിന്ന് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ക്ഷീണവും മടിയും തളർച്ചയും ഒക്കെ അങ്ങ് മാറുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇതുപോലെ ക്ഷീണവും തളർച്ചയും ഉണ്ടെന്ന് പറയുന്നവർ ഒട്ടും മടിക്കാതെ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. വളരെ മെച്ചപ്പെട്ട റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു സംശയം വേണ്ട. താങ്ക് യു.